ഹായ്, വെൽക്കം ടു ലേൺ മ്യൂറൽസ്. ചുമർചിത്രങ്ങളിൽ പലതരത്തിലുള്ള കണ്ടാഭരണങ്ങൾ വരയ്ക്കാറുണ്ട്. നിക്ഷം, ഹാരം തുടങ്ങിയ ആഭരണങ്ങളുടെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് മറ്റൊരു ഡിസൈനിലുള്ള കണ്ടാഭരണമാണ്, ഉപഗ്രീവം. പത്തൊൻപതാം നൂറ്റാണ്ടിൽ വരച്ച ചിത്രങ്ങളിലെല്ലാം നമുക്ക് ഈ തരത്തിലുള്ള ആഭരണങ്ങൾ കാണാനാകും. വിവിധ നിറത്തിലുള്ള കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്ന രീതിയിലാണ് ഈ ആഭരണത്തിൻ്റെ സ്ട്രക്ചർ ഉള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണിത്. ഒന്ന് ശ്രദ്ധിച്ച് വരച്ചാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് വരച്ചെടുക്കാൻ പറ്റും. ലേൺ മ്യൂറൽസിൻ്റെ ഓൺലൈൻ മ്യൂറൽ പെയിൻറ്റിംഗ് ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യമായി നമുക്ക് ചെയ്യാനുള്ളത് സ്കെച്ചിങ് ആണ്. കഴുത്തിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ആഭരണം വരയ്ക്കുന്നത്. രണ്ടു വശത്തുമുള്ള കുണ്ടലങ്ങളുടെ അടിവശത്തൂടെ പോകുന്ന രീതിയിലാണ് നമ്മൾ ഈ ആഭരണം സ്കെച്ച് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഏറെക്കുറെ ഒരു ഓവൽ ഷേപ്പിലുള്ള ഡിസൈനാണ് വരച്ചിരിക്കുന്നത്. ഇനി ഇതല്ലാതെ തന്നെ ഇതിൻ്റെ ഷേപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തിയാൽ നമുക്കൊരു പുതിയ ഡിസൈനാക്കി എടുക്കാം. ഈ ഔട്ടറിൽ വരുന്ന ഒരു പോർഷനിൽ നമ്മളൊരു ചെറിയൊരു ഡിപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു കേർവ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പെറ്റൽ ഷേപ്പിലായി നമുക്ക് കിട്ടും. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ജെം സ്റ്റോൺസ് ആണ്. ഈ ജെം സ്റ്റോൺസിന് പല ഷേപ്പിലും അതുപോലെ തന്നെ പല കളേഴ്സിലും നമുക്ക് കൊടുക്കാം. അതെല്ലാം നമുക്ക് പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ സ്കെച്ചിങ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതായിട്ടുള്ള സ്റ്റെപ്പ് നമുക്ക് ചെയ്യാനുള്ളത് റെഡ് ഔട്ട്ലൈനാണ്. റെഡ് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാർലറ്റ് ലേക്കിൻ്റെയും ബേൺ സീനിയുടെയും മിക്സാണ് നമ്മൾ എടുക്കുന്നത്. ഇതേ മിക്സ് തന്നെയാണ് നമ്മൾ ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ടും എടുക്കുന്നത്. ഇനി നിങ്ങൾ എടുക്കുന്ന ഈ കളർ ടോൺ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ കളർ ടോൺ വെച്ചിട്ട് തന്നെ ഷെയ്ഡ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല എങ്കിൽ ഒന്ന് ഡാർക്കായി പോവുകയാണെങ്കിൽ അതിനെ ഒന്നുകൂടെ ലൈറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് ഈ കളർ വെച്ചിട്ട് ഷെയ്ഡിങ് ചെയ്യാം. ഇപ്പോൾ റെഡ് ഔട്ട്ലൈനാണ് നമ്മൾ കഴിഞ്ഞ് വയ്ക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് യെല്ലോ വാഷാണ്. ഓക്കർ യെല്ലോ വെച്ചിട്ടാണ് നമ്മൾ വാഷിങ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ കുറച്ച് തിക്കായിട്ട് തന്നെയാണ് യെല്ലോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു ഫസ്റ്റ് വാഷ് മാത്രമാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ എടുക്കുന്ന പെയിൻറ്റ് കുറച്ചൊന്ന് ഡൈല്യൂട്ടഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കളർ ടോൺ അനുസരിച്ച് ഫസ്റ്റ് വാഷോ സെക്കൻഡ് വാഷോ കൊടുത്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്.
യെല്ലോ വാഷ് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് റെഡിൻ്റെ ഷെയ്ഡിംഗ് ആണ്. റെഡിൻ്റെ ഷെയ്ഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യാനെടുത്ത അതേ ഷെയ്ഡ് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ബാക്കി എല്ലാ ഡിസൈനും ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ സെൻറ്റർ പോർഷനിലുള്ള ഈ നമ്മുടെ ജെംസിന് റെഡിൻ്റെ വാഷാണ് കൊടുക്കുന്നത്. അതായത് കുറച്ച് തിക്കിലുള്ള റെഡ് വാഷാണ് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ക്യാരക്ടർ ബ്ലൂ ആണ്. അതുകൊണ്ട് അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഈ ജെം സ്റ്റോൺസിന് ഞാൻ റെഡ് കൊടുത്തിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇവിടെ ബ്ലൂവോ അല്ലെങ്കിൽ ഗ്രീനോ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫൈനൽ സ്റ്റെപ്പായിട്ടുള്ള ബ്ലാക്ക് ഔട്ട്ലൈനാണ്. അക്രിലിക് ബ്ലാക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ബ്ലാക്ക് ഔട്ട്ലൈൻ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു പോയിൻറ്റഡ് ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് വളരെ പതുക്കെ ഈ ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഉപഗ്രീവം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.